കൊല്ലം കുണ്ടറയിൽ വീടിന് മുകളിലേക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിട്ടുണ്ട്. 30 അടി ഉയരമുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. വീട്ടിലുണ്ടായിരുന്ന വയോധികക്ക് പരിക്കേറ്റു. ശക്തമായ മഴയിലാണ് അപകടമുണ്ടായത്. ലിജോ വീണ്ടും ചേരുന്നുണ്ട് മൂലത്തുനിന്ന്. ലിജോ, ഇന്നലെയും ശക്തമായ മഴയിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ മോർണിംഗ് ഷോ തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായാണ് അങ്ങനെ ഒരു ദുരിതവാർത്ത അല്ലെങ്കിൽ ഒരു ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ വയോധികക്ക് കാര്യമായ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകുന്നേരത്തോട്ട് അടുത്ത സമയത്തായിരുന്നു കൊല്ലം ജില്ലയിൽ അതിശക്തമായ മഴ പലയിടങ്ങളിലും ഉണ്ടായത്. സാധാരണ ആളുകളൊക്കെ പേടിച്ചിരുന്ന കിഴക്കൻ മലയോര മേഖലയിലൊക്കെ വളരെ ഭീതിയിലായിരുന്നു. പക്ഷേ വലിയ ദുരന്തങ്ങളും ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടമുണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടെ കുണ്ടറയിലാണ്. ഈ കുണ്ടറയിൽ അതായത് പെരുമ്പുഴ സ്വദേശിനി ഗിരിജയ്ക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരുടെ വീടിന് സമീപത്തായി മറ്റൊരു വസ്തുവുണ്ട്. അവിടെ ഒരു 30 അടി ഉയരത്തിൽ വലിയൊരു മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ടിൽ നിർമ്മിച്ചതിന് ശേഷം അവിടെ മണ്ണ് കൊണ്ട് ഇട്ടതിന് അത് ബലപ്പെടുത്താത്തതാണ് ഈ അപകടത്തിന് കാരണമായാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ശക്തമായ മഴ ഉണ്ടാവുകയും ഇത്തരത്തിൽ മണ്ണ് താഴേക്ക് ഇറങ്ങുന്നതോടുകൂടെ ആ മതിൽ ബലക്ഷയമുണ്ടായി തകർന്നവരുടെ വീട്ടിലേക്ക് വീഴുകയായിരുന്നു. മുൻവശത്തെ കതകൊക്കെ പൊളിച്ചുകൊണ്ട് മണ്ണ് വീട്ടിനുള്ളിലേക്കൊക്കെ കയറുകയും ചെയ്തു. ആ സമയത്ത് ഗിരിജ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അവർ ആ ചെളിയിലായി പോവുകയും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് സംഘമൊക്കെ ഓടിക്കൂടി അവരെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുക്കുകയും ചെയ്തു. ഇവരുടെ മകനും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പുറത്തു പോയിരുന്നതിനാലാണ്, കുഞ്ഞുങ്ങളടക്കം ഉണ്ടായിരുന്നു, അവർ പുറത്തു പോയതിനാൽ വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിൽ തന്നെയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു വീടിനൊക്കെ അപകടമുണ്ടാകുന്ന രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ അത് കൃത്യമായി പരിശോധനകൾ കൂടെ നടത്തേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു അപകടത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. എന്തായാലും ഇതുപോലെയുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പ്രത്യേകിച്ച് ശക്തമായ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള